ചോദ്യപേപ്പർ ചോർച്ചയിലെ പോലീസ് അന്വേഷണത്തിൽ അവ്യക്തത തുടരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി 2 ദിവസം പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയോ തുടർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. എന്താണ് സാർ? യൂട്യൂബ് ചാനൽ ഉടമകളുടെ മൊഴിയും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ KSU പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് തീരുമാനം. സുനുഷ അയ്യല്ലൂർ ചേർന്നു. സുനുഷ അയ്യല്ലൂർ, മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയോട് വളരെ നന്നായിട്ടാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. വലിയ കേമന്മാരാണെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ അതിനുശേഷം കാര്യമായിട്ട് നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. കൊടുവള്ളിയിലുള്ള MS സൊല്യൂഷൻസ്, പിന്നെ അങ്ങനെ ചില എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ, ഇവരൊക്കെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം. ഈ വിഷയത്തിൽ എന്താണ് അന്വേഷണം? ഇനിയും തുടങ്ങാനൊരു കാലതാമസം സുനുഷ അയ്യല്ലൂർ? അരുൺ, അത് തന്നെയാണ് 2 ദിവസം മുമ്പ് നമ്മൾ ഈ വാർത്ത നൽകിയതിന് ശേഷം തന്നെ മന്ത്രി പറഞ്ഞത് ഈ വിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും സൈബർ സെല്ലിനും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ പരാതി ലഭിച്ചു എന്ന് പറഞ്ഞിട്ടും ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു സംശയമാണ് ഉയരുകയും ചെയ്യുന്നത്. ഗൗരവമായി എടുക്കേണ്ട വിഷയമാണെന്ന് പറയുന്നു, പ്രതിഷേധം ശക്തമാകുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ മൊഴിയെടുക്കാനോ ഇവർക്കൊരു താക്കീത് നൽകാനോ എന്നതടക്കം തുടർ നടപടികളിലേക്ക് കടക്കാനോ തയ്യാറാകാത്തത് എന്ത് എന്ന ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നിലവിൽ മനസ്സിലാക്കുന്നത് ഈ കോഴിക്കോട് ഈ രഹസ്യാന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇവരുടെ മൊഴി എടുക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും കടക്കാത്തത് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KSU അടക്കമുള്ളവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അറിയിക്കുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും ഇന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ കൃത്യമായ ചില കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വിദ്യാഭ്യാസ ഡയറക്ടറൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി, പരീക്ഷാ ഭവൻ സെക്രട്ടറി, ഹയർ സെക്കൻഡറി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായി എങ്ങനെയാണ് ഈ MS സൊല്യൂഷൻ ഒപ്പം മറ്റ് സ്ഥാപനങ്ങൾ ഇത് പറഞ്ഞതുപോലെ MS സൊല്യൂഷൻ പോലെ മറ്റ് ചില ഓൺലൈൻ സ്ഥാപനങ്ങൾ വഴിയും ഇതേ രീതിയിൽ ചോദ്യപേപ്പർ ചോരുന്നുണ്ട് എന്നൊരു ആരോപണങ്ങൾ കൂടി ശക്തമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ കിട്ടുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ അധ്യാപകരുടെ, നേരത്തെ പറഞ്ഞതുപോലെ ട്യൂഷൻ സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ, ചോദ്യപേപ്പർ തയ്യാറാക്കിയവർ, ഈ തയ്യാറാക്കിയത്, അച്ചടിച്ചത്, ഒപ്പം തന്നെ വിതരണം ചെയ്തത് അടക്കമുള്ള എല്ലാ ഭാഗങ്ങളിലും പരിശോധന തുടരേണ്ടതുണ്ട് എന്നതാണ്. അത് ശ്രമകരമാണെങ്കിൽ പോലും കൃത്യമായി അത് കണ്ടെത്തുക എന്നത് തന്നെയാകും. അതുകൊണ്ട് ഏത് വിധേന നടപടി, എങ്ങനെ അന്വേഷണം, എത്തരത്തിൽ ഇനി ഇത് ഇല്ലാതാക്കാൻ ഏതൊക്കെ നടപടി വേണമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പരീക്ഷ ഈ പേപ്പർ അച്ചടിക്കുന്നത് വികേന്ദ്രീകൃതമാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ഇത് പല പ്രക്രിയകളിലൂടെയാണ് ഈ ചോദ്യപേപ്പർ സ്കൂളുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ട് എന്നത് കണ്ടെത്താൻ പോലും അന്വേഷണ സംഘത്തിന് പലപ്പോഴും കഴിയുന്നില്ല എന്നൊരു സംശയം കൂടിയുണ്ട്. അതുകൊണ്ട് ഏതായാലും ഈ നിലവിൽ ഏതായാലും അന്വേഷണം പോലീസിന്റെ അന്വേഷണത്തിൽ എന്ന് പറയുന്ന സ്ഥാപനം, ചില മെസ്സേജുകൾ വരുന്നത് അത് ഇംഗ്ലീഷ് പേപ്പർ മാത്രമല്ല, മറ്റു പല പേപ്പറുകളും ഇവർ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ MS സൊല്യൂഷൻസിനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കെമിസ്ട്രി ചോർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ MS സൊല്യൂഷൻസിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ യൂട്യൂബിൽ ഒരുപാട് ചോദ്യപേപ്പറുകൾ ചോരുന്നു. അതുപോലെ സൈലത്തിൻ്റെ പേര് നേരത്തെ KSUവിൻ്റെ പ്രതിനിധി ഉന്നയിക്കുന്നത് കേട്ടു. ഇവരുടെയൊക്കെ മൊഴിയെടുക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? തെളിവുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ, പബ്ലിക് ഡൊമൈനിലുള്ള തെളിവുകളല്ലേ. ചോദ്യ നമ്പർ പോലും മാറാതെയാണല്ലോ ഈ പ്രഡിക്ഷൻ എന്ന പേരിൽ ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ചാനൽ ഉടമകളെ ചോദ്യം ചെയ്യാൻ സർക്കാർ വൈകിപ്പിക്കുന്നു എന്നത് വളരെ ഗുരുതരമായൊരു കാര്യമല്ലേ സുനിഷ? അരുൺ, അങ്ങനെ തന്നെയാണ്. കാരണം പക്ഷേ ഈ പറയുന്ന MS സൊല്യൂഷൻ തന്നെ കഴിഞ്ഞ 2 പാദവാർഷിക പരീക്ഷകളിലും, ഓണപരീക്ഷയാവട്ടെ, ഇനി കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് പരീക്ഷയാവട്ടെ, ഇതേ പരീക്ഷകളിലും ഇതേ രീതിയിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കോഴിക്കോട് DDക്ക് ഇത്തരത്തിലുള്ള പരാതികൾ AO നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് ഇത്തരത്തിൽ ഈ ക്രിസ്മസ് പരീക്ഷാ സമയത്ത് അതൊരു ആരോപണമായി ഉയർന്നിരുന്നു. ഓണപരീക്ഷാ സമയത്ത് വീണ്ടും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഇങ്ങനെ ഒരു പരാതിയായി തന്നെ നൽകുകയും അന്വേഷണം പറയുകയും ചെയ്തിരുന്നു. അന്ന് ഈ മൊഴി എടുക്കുന്നതൊക്കെ, അതായത് ഈ കോഴിക്കോട് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ മൊഴി എടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നു എന്നതാണ്. പക്ഷേ സംസ്ഥാന തല അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അന്ന് ഒരു മൊഴി എടുത്തിരുന്നു, പക്ഷേ തുടർ നീക്കങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അന്നത് വിട്ടു. ഇനി ഒരുപക്ഷെ അടുത്ത ചോദ്യപേപ്പർ അന്ന് ആ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ MS സൊല്യൂഷന് ഇത്രയധികം ആളുകൾ സബ്സ്ക്രൈബേഴ്സായി വരുന്നതും ഈ കാണാൻ വരുന്നതും, അതായത് ആളുകളുടെ വ്യൂവേഴ്സ് കൂടുന്നതും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
നടക്കുന്നത്. അതിനുശേഷമാണ് അവർ ഒരുപക്ഷെ നടപടിയിലേക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാവാനുള്ള സാധ്യതയാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഒന്ന്, ഈ MS സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഈ അധ്യാപകരുടെയൊക്കെ പല സംഘടനാ പരിപാടികളും സ്പോൺസർ ചെയ്യുന്നു, മേളകൾ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ അധ്യാപകരുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടാവുന്നു. അതിൽ തന്നെ MS സൊല്യൂഷൻസിലോ മറ്റ് ചില സ്ഥാപനങ്ങളിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തോ അല്ലാതെ VRS എടുത്തോ പോയ ആളുകളുണ്ട്. ഇവർക്ക് ഒരുപാട് അധ്യാപകരുമായിട്ടുള്ള പരിചയമുണ്ട്. ആ പരിചയം വെച്ച് ഡയറ്റിലും ഒക്കെ തയ്യാറാക്കുന്ന, BRCയിലും ഒക്കെ തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകൾ ഇവർ ചോർത്തി ഇതേപോലെ ക്രിസ്മസ് ഓണപരീക്ഷയുടെയൊക്കെ പേപ്പറുകൾ എടുത്ത് വെബ്സൈറ്റിലിട്ട് പരസ്യം ചെയ്ത് കൂടുതൽ വരിക്കാരെ ചേർത്ത് ലാഭമുണ്ടാക്കുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സുനിഷ? അതെ അരുൺ, അത് തന്നെയാണ്. അതാണ് ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പും പറയുന്നത് അതാണ്. കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിരമിച്ച അധ്യാപകർ, ഇപ്പോഴും പ്രവർത്തിക്കുന്ന അധ്യാപകർ, ഇവരുടെ പങ്കില്ലാതെ ഏതായാലും ഈ ചോദ്യപേപ്പർ ചോരില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആര് എന്ന് കണ്ടെത്തുക അത് കുറച്ചുകൂടി ശ്രമകരമാണ് എന്നതാണ് പറയുന്നത്. കാരണം പല ആളുകൾ, ഞാൻ പറഞ്ഞതുപോലെ അധ്യാപകർ, അനധ്യാപകരായി ഒരുപാട് പേരുകൾ ഇതിലൂടെ ഈ സ്കൂളിലേക്ക് ഈ ചോദ്യപേപ്പർ എത്തി അത് വിതരണം ചെയ്യുന്നത് വരെയുള്ള ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ തന്നെയും തീർച്ചയായിട്ടും അന്വേഷണം വേണം. കള്ളന്മാരെ പിടിച്ച് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവരികയും വേണം. അവരൊന്നും അധ്യാപകരെന്ന പദവിയിലിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും വിൽക്കാം എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് പണി ഏൽപ്പിക്കുക? അപ്പോൾ ചോർത്തി കൊടുക്കുന്ന അധ്യാപകനും ചോർത്തിയെടുക്കുന്ന അധ്യാപകനും ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന സ്ഥാപനവും എല്ലാം നിയമത്തിന് മുന്നിൽ എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും MS സൊല്യൂഷൻസിന്റെ ഡയറക്ടറുടെ മൊഴിയെടുക്കണം. എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ അവർക്ക് കിട്ടിയതെന്ന് പരിശോധിക്കണം. മൊബൈൽ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ച്, വാട്സപ്പുകൾ അടക്കം പരിശോധിച്ച് ചോർത്തി കൊടുത്ത ആൾക്കാരെ കൃത്യമായി കണ്ടെത്തി മുൻപിൽ കൊണ്ട് ഇയാളാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞു കൊണ്ടുവരണം.